നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആക്ട്രസ് മൃണാൾഡ് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അതപ്പോൾ ഞാൻ കുറേ നാളെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണമെന്ന് കാണാം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം വേണ്ടത് കസ്തൂരി മഞ്ഞൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പച്ച മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്ത പൊടിയായാലും മതി. കറി വയ്ക്കണ മഞ്ഞൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ മഞ്ഞളാണ് കേട്ടോ ഫസ്റ്റ് വേണ്ടത്. ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമുക്ക് അലോവേരയാണ്. അലോവേര ജെല്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള അലോവേരയും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു അലോവേരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്, എത്ര ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. മിക്സ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ് കേട്ടോ. അപ്പോൾ ഹണി ഫേസിന് ചേരാത്തവരാണെങ്കിൽ ഹണി അവോയ്ഡ് ചെയ്യുക. വേണമെങ്കിൽ മഞ്ഞളും അലോവേരയും മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഹണി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ കസ്തൂരി മഞ്ഞൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹണി നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് ഹണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് അലോവേരയും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. കറുത്ത പാടുകളൊക്കെ പോയി മുഖം ഒന്ന് ക്ലിയർ ആയിട്ട് നല്ലൊരു തിളക്കം കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഹോം റെമഡിയാണ്. സ്കിൻ നന്നായിട്ട് നല്ല പ്ലം പോലെ ഇരിക്കാനും, അതുപോലെ തന്നെ നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റിയിട്ട് ക്ലിയർ സ്കിൻ ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടത്. കസ്തൂരി മഞ്ഞളും ചിലർക്ക് ചേരാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. പ്യുവർ ആയിട്ടുള്ള അലോവേര എടുക്കുകയാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു അലോവേരൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കാനാണ് ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമുക്ക് ക്രീമിൻ്റെ ഒരു പരുവത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 20 മിനിറ്റ് വയ്ക്കാം. 20 മിനിറ്റ് മഞ്ഞളിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂളിംഗ് ആയിട്ട് എഫക്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. കസ്തൂരി മഞ്ഞൾ ചേരാത്തവരൊന്നും ഉപയോഗിക്കരുത്. എനിക്ക് പിന്നെ കസ്തൂരി മഞ്ഞൾ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഇടാറുള്ളത് കേട്ടോ. ഫേസിൽ എപ്പോഴും ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. മുഖത്ത് കുരു വരുമ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ബായ്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. നല്ല സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ. പിന്നെ ഗ്ലോയൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, കുഴപ്പമില്ല. എപ്പോഴും ട്രൈ ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയായിരിക്കും. പിന്നെ നന്നായിട്ട് മഞ്ഞ കളർ ചെറുതായിട്ട് ഫേസിൽ നിൽക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്ത് പോകുമ്പോഴൊക്കെ ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ. സ്കിൻ ഡ്രൈ ആക്കിയിട്ടില്ല, അത് നല്ലൊരു കാര്യമാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.